ജയരാജ് ബിൽഡേഴ്സ് സ്റ്റാർ റാഗിങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എന്റെ അടുത്ത സുഹൃത്താണ്. മലയാള സിനിമയില് കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾ അല്ല, കൊച്ചായിരിക്കുമ്പോൾ തന്നെ വലിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുവന്ന് ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ, മലയാള യുവനിരയിലെ ശ്രദ്ധേയനായ നടൻ ശ്രീ സുധീഷ്. പ്രോഗ്രാമിന്റെ പേരെന്താണ്? സ്റ്റാർ റാഗിംഗ്. റാഗിങ്ങിന് വരുമ്പോ ഈ ഒരു ടെൻഷൻ വേണ്ടേ? ഞാൻ നീ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുള്ള? അത് ശരിയാണ്, പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കോളേജിലൊക്കെ പഠിച്ചിട്ടില്ലേ? കോളേജിൽ പോയിട്ടുണ്ട്. പോയ സമയത്ത് ഒരുപാട് റാഗിങ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെയൊക്കെ ഒരു തീർക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പക തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉദ്ദേശം എന്ന് വെച്ചത്? നമുക്ക് ഇനി അവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും. സുധീഷ്, സുധീഷിനെ സാധാരണ ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയോ, നിങ്ങൾക്ക് സുപരിചിതനായ അത് പള്ളി പറഞ്ഞു കിണ്ടി അത് ശരി എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ വഴിക്ക് ഓടിപ്പോയാൽ അങ്ങോട്ടേക്ക് ഇല്ല, പക്ഷെ എനിക്കൊരു സംശയം, നീ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വല്ല ഇങ്ങനെ തോന്നിയാലോ വിചാരിച്ചിട്ട്. ആദർശം മാത്രമേ വിളിക്കാൻ ബാക്കിയുള്ളൂ കേരളത്തിൽ. ബാക്കി എല്ലാവരും വിളിച്ചു കഴിഞ്ഞു. ശരിക്കും ചില സ്ഥലങ്ങളിൽ ഈ കിണ്ടിന്ന് വിളിക്കുന്നത് തെറിയല്ലേ? അങ്ങനെയാണോ? ചിലയിടത്ത് കിട്ടിന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ കിണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വാലൊക്കെയുള്ള സാധനമുണ്ട്. വാലുള്ളത്. ആ വാലുള്ള ശരിക്കും കറക്റ്റ് ആവശ്യമൊക്കെയായിരുന്നു ചേരുന്നത്. അല്ല, വാലുള്ളായിരുന്നു. അതെ, അല്ല, വാലുള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് പറഞ്ഞത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കിണ്ടി എല്ലാവർക്കും അറിയാം. കിണ്ടിയാണ്. അല്ല, വേറെ കാര്യമുണ്ട്. ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് ചിലപ്പോ ആ തെറി ആവശ്യമായിട്ട് വരും, പറയാൻ പറ്റില്ല. കിണ്ടി. അതെ. ശരി, എത്ര കുട്ടികളായിപ്പോ? ഒരാൾ ആണ്. ആൺകുട്ടി. എന്താ മോന്റെ പേര്? രുദ്രാക്ഷ്. എന്താ ഈ രുദ്രാക്ഷ് എന്ന് പേരിടാൻ? രുദ്രാക്ഷിന് പേരിടാൻ കാരണം ഒന്നുമല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് നെയിം അന്വേഷിച്ചു പോയി മെയിനായിട്ട്. അപ്പൊ ആൺകുട്ടികൾക്ക് ഒരു ഡിഫറെന്റ് നെയിം കിട്ടാൻ വലിയ പണിയാണ്. പെൺകുട്ടികളാണ് ഇഷ്ടംപോലെ പേരുകളുണ്ടായിരുന്നു. പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഏത് പേരിടും? പിന്നെ നമ്മള് ആലോചിച്ചിട്ടില്ല, കാരണം ആര് വരുന്നു, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അപ്പൊ തീരുമാനിക്കാം എന്നുള്ളൊരു. രുദ്രാക്ഷം മാല ഇങ്ങനെ കോർത്താണ് അവസാനം. പിന്നെ സാധാരണ എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ മകന്റെ പേരെന്താ? രുദ്രാക്ഷ്. സുധീഷിന്റെ മകൻ രുദ്രാക്ഷ്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് പറയാനാ തോന്നുന്നത്, രുദ്രാക്ഷിന്റെ മകൻ സുധീഷ്. പറയും ഒരു വെയിറ്റ് ഉണ്ടല്ലോ, പേരിന്റെ വെയിറ്റ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സംഭവം ഇടയ്ക്ക് ആളുകൾ പറയാറുണ്ട്. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രുദ്രാക്ഷ കോർത്തിട്ട് നമ്മൾ മാല ഇടാറുണ്ട്. അതുപോലെ കുറെ രുദ്രാക്ഷങ്ങൾ ഇങ്ങനെ കോർക്കാനായിട്ടുള്ള ഒരു പരിപാടി തുടക്കത്തിലാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ രുദ്രാക്ഷ് 1, രുദ്രാക്ഷ് 2 എന്നുണ്ട് ഒരു പേര്. ഇങ്ങനെ കുട്ടികൾ അടുത്തടുത്ത് വരുമ്പോ അങ്ങനെയുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ല, അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. കുറെ മക്കൾ ഉണ്ടാകട്ടെ, അതാണ് നല്ല രസമല്ലേ. വീട്ടില് എത്ര പേരുണ്ട്? 2 പേരായിട്ടുള്ളൂ. ഇനിയും പ്രതീക്ഷിക്കാം. പിന്നെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ആദ്യം അതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ചിത്രങ്ങള് ഇപ്പം റിലീസിംഗ്, ഇപ്പൊ പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടം, അത് വലിയ സന്തോഷമുണ്ട്. ബാവുട്ടിയുടെ നാമത്തിൽ നന്നായിട്ട് പോകുന്നു. നല്ല കഥാപാത്രം ചെയ്തു. കാരണം നമ്മൾ എത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്താലും ഒരു ഓടുന്ന പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ പേരും പ്രശസ്തിയും കിട്ടും, അല്ലേ? അപ്പൊ എനിക്ക് കുറച്ചു കാലത്തിന് ശേഷം കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഇപ്പൊ ഈ ബാവുട്ടിയുടെ നാമത്തിൽ. അല്ല, ഞാൻ വേറെ കാര്യം ചോട്ടെ, ഈ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടേണ്ടി വരാറില്ലേ? അത് അങ്ങനെ ഓടേണ്ടി വന്നിട്ടുണ്ട് വേറെ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചത്? വേറെ അങ്ങനെ ഓടേണ്ടി വരുന്ന അവസ്ഥയല്ല. പിന്നെ ഞാന് പണ്ടൊരു പുസ്തകത്തിൽ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എന്റെ ഇന്റർവ്യൂ ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്റെ കലയെ, എന്റെ അഭിനയത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്റെ അച്ഛനാണ് എല്ലാത്തിലും ഗുരു എന്നുള്ള ഒരു സംഭവം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കാർട്ടൂൺ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എന്റെ ഒരു പടം കണ്ടിട്ട് ഒരാള് വഴിയിട്ട് തന്നെ അടിക്കാൻ വേണ്ടി ഓടുകയാണ്. ഞാൻ മുന്നിൽ ഓടുകയാണ്, എവിടാ നിന്റെ അച്ഛൻ ചോദിച്ചിട്ട്. അപ്പൊ അതുപോലുള്ള ജീവിതത്തിലുണ്ടായിട്ട്. ശരിക്കും ഈ രഞ്ജിത്തേട്ടൻ കോഴിക്കോടുകാരനെ ആയതിന്റെ പേരില്, ഒരു സൗഹൃദത്തിന്റെ പേരിൽ മണിയടിച്ച് കിട്ടിയ വേഷമാണത് ആണോ? ഒരിക്കലും അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു ഒരിക്കലും അല്ല. മണി അടിക്കാത്തതുകൊണ്ട് കിട്ടിയ വേഷമായിരിക്കും ചിലപ്പോൾ. അല്ല, അങ്ങനെയല്ല. ഒരു മണിയായിട്ട് സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. ഇല്ല, ഈ കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന സിനിമകളില് അത്യാവശ്യം
സുധീഷിന് നല്ല നല്ല വേഷങ്ങൾ കിട്ടും. അപ്പൊ ഞങ്ങള് അല്ല, രഞ്ജിത്ത് സാർ പറഞ്ഞ പോലെ രഞ്ജിത്ത് സാറിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്നോട് മാത്രമല്ല കോഴിക്കോടുള്ള പല ആർട്ടിസ്റ്റുകളും, കാരണം പുള്ളി ഒരു കോഴിക്കോട്ടുകാരനാണ്. അപ്പൊ ഒരുപാട് പേര് നമ്മൾ അറിയാത്ത ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് നടന്മാരെയും നടികളെയൊക്കെ ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ സിനിമകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ ഞാനൊരു കോഴിക്കോട്ടുകാരനാണല്ലോ. എറണാകുളത്തും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ടാ. എറണാകുളത്തുണ്ട്, പക്ഷെ എറണാകുളത്ത് ഇഷ്ടംപോലെ സിനിമ നടക്കണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, അവിടെ രഞ്ജിത്തേട്ടനൊക്കെ അവിടെയല്ലേ? അത് അത്യാവശ്യം സിനിമ നടക്കുന്നത് മാത്രമല്ല, ഈ ആദ്യം ചോദിച്ച ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? എന്ത് മണിയടി എറണാകുളത്താ? എറണാകുളത്ത് അങ്ങനെ മണിയടിയൊന്നുമില്ല. ചാലക്കുടിയിൽ മാത്രമുള്ള ഒരു മണി, കലാപമണി. അവൻ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളെ അടിയും നടത്താറുണ്ട്. ആണല്ലേ? അതുകൊണ്ട് അങ്ങനെ. പിന്നെ എത്ര വർഷമായിട്ട് ഇപ്പൊ സിനിമയിൽ വന്നിട്ട്? സിനിമയിൽ വന്നിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ കൊച്ചിലെ സിനിമയിൽ വന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, വളരെ കൊച്ചിലെ വന്നതാണല്ലോ. 25 വർഷമായി. 25 വയസ്സായി കാണും, അത്രയും കാണും. 25 വർഷം ആയിട്ടുള്ളൂ സിനിമയിൽ വന്നു. സിനിമയിൽ വന്നു. എനിക്ക് തോന്നണത് ഒരു ഏത് മറ്റേ മുദ്ര തോന്നലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മുദ്ര സിനിമയില് അല്ലേ? മുദ്ര സിനിമയല്ലേ ആദ്യമായിട്ട് അഭിനയം? അല്ല, മുദ്ര അല്ല, അനന്തരം. അനന്തരത്തിലല്ലേ? ശ്രീ അടൂർ സാറിന്റെ അനന്തരം. അടൂർ സാറിന്റെ അടൂർ സാർ ആ പടം എടുത്തിട്ട് തന്നെ 45 കൊല്ലമായി. 45 വർഷം മുമ്പ് അന്ന് സുധീഷിന്റെ 15ാമത്തെ വയസ്സിലെ സിനിമ. അല്ല, അത്ര ആയിട്ടില്ലെങ്കിൽ 10ാമത്തെ വയസ്സിലെങ്കിലും. ഇപ്പൊ സിനിമയെ കുറിച്ചുള്ള ഹിസ്റ്ററി കുറച്ച് വിവരം കുറവാണ്. വിവരം കുറവാണ്. 45 വർഷമൊന്നും ആയിട്ടില്ല അനന്തരം. എത്ര വർഷമായി? കണക്ക് ഓർമ്മയിൽ നിൽക്കാൻ മാത്രം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. മനസ്സിലായി? എന്തായാലും പറയാം. 1987 അനന്തരം റിലീസ് ചെയ്തത്. അതെ, അതെ. അന്ന് സുധീഷിന് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു കാര്യമുണ്ട്. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ നമ്മൾ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ നാദൃശയുടെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമ ചോദിക്കും, ആദ്യത്തെ വർഷം ചോദിക്കും. പിന്നെ നാദൃശയെ ഞാൻ വായിച്ചു, എല്ലാം വായിച്ചു. പിന്നെ നാദൃശക്ക, നാദൃശ മാമ എന്നൊക്കെ ഞാൻ വിളിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് സുധീഷേട്ടൻ ഫിലിമിലും തുടക്കം വരുമ്പോ ഉള്ള ആ ഒരു ഇതില് എന്താ പറയാ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ സൗന്ദര്യം അതൊക്കെ നിലനിൽക്കുന്നു. സൗന്ദര്യത്തിന്റെ പോലെ രണ്ടാമതൊരാള് സുധീഷേട്ടനാണ്. ഇതൊക്കെയാണ് ചോദ്യം എന്ന് പറഞ്ഞാ. നിന്റെ ചോദ്യം എന്നൊക്കെ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പറയും. നല്ല കുട്ടിയാണത്. മോളെ ഇതൊക്കെ മേക്കപ്പാണ്. അവിടെ അങ്ങനെയല്ല ഉദ്ദേശിച്ച സുധീഷേട്ടാ. അല്ല, ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക നന്നായി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. സുധീഷേട്ടൻ എന്താ അങ്ങനെ പറ്റാത്തേന്ന്? അതാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. നീ വീട്ടിൽ കൊലിഷ്ടിലേക്ക് കൊണ്ടുവരാ. നല്ല ചോദ്യം ചോദിച്ച കുട്ടി. സുധീഷേട്ടൻ ഫിലിമില് വന്നപ്പോ എങ്ങനെ ഇരിക്കണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതിലൊരു മാറ്റം വന്നിട്ടില്ല. മമ്മൂക്കൊക്കെ അതുപോലെ തന്നെയാണല്ലോ. അതെ, അതെ. ആ ഒരു സൗന്ദര്യം അത് ഞാനും മമ്മൂക്കൊക്കെ ഏകദേശം ഒരേ പ്രായത്തിന്റെ അല്ല ഉദ്ദേശിച്ചത്. റേഞ്ചിന്റെ കാര്യത്തില് ഏകദേശം ഈ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും പിന്നെ ഈ മനോഭാവത്തിന്റെ മനസ്സാണ് ഏറ്റവും വലിയ ഇതിലെ സംഭവം. അപ്പൊ മനസ്സ് ചെറുപ്പാവും തോറും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ സൗന്ദര്യം എപ്പോഴും ചെറുപ്പായി. ഈ മനസ്സ് കുനിഷ്ടാവുമ്പോഴാണ് ഇങ്ങനെ മുഖത്തൊക്കെ പ്രായം തോന്നുന്നത് കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് തലയിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ പ്രായം തോന്നിപ്പോകും. ഇല്ലേ? കുറെ നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ലേ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, അങ്ങനെ കുറെ ഇപ്പോഴത്തെ കക്ഷികളുടെ കൂടെ സുധീഷ്. തീർച്ചയായും. അല്ല, ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാല് മിക്ക ഇപ്പോഴത്തെ സ്റ്റാറായി വന്ന പുതുമുഖ നടന്മാര്, അതായത് ഇപ്പം പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഇവരൊക്കെ ആദ്യത്തെ ഇവരുടെയൊക്കെ ആദ്യത്തെ സിനിമകളില് കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വേഷം, നല്ല വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റുമാണ്. രാശിയുള്ള നടനാണ്. രാശിയുള്ള സംശയമില്ല കാര്യം. ഇത് എല്ലായിടത്തും ശരിക്കും ഞാൻ പറഞ്ഞത് ഫ്ലാഷ് ചെയ്യേണ്ടിയാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് കുറച്ച് അന്ധവിശ്വാസത്തിന്റെ കുമ്പാരമാണ്. അതിന്റെ ഇടയിൽ ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം പടങ്ങൾ ഞാൻ പറഞ്ഞില്ല. അഭിനയിച്ചതാ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച നായകന്മാരുടെ കൂടെ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മറ്റു പല നായകന്മാരും കേട്ട് കഴിഞ്ഞാൽ സുധീഷിന് എന്റെ സുഹൃത്തായിട്ട് വെച്ചാൽ അല്ല, അത് നല്ലതായിരിക്കും. പക്ഷെ ഡയറക്ടർ കൂടി നല്ലതാണോ? അതെ, അതെ.